സാറിന് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് വേണമെങ്കിൽ ഒന്നുമില്ല, ഒരു ചെറിയ ടീപ്പോയോ എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ ഈ സാധനം ഒന്ന് വെക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ കലേഷ് ബ്രോ ഒരു ടേബിൾ സർ, ഞാൻ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോളൂ. അല്ല രണ്ടെണ്ണമൊക്കെ അടിച്ചു പോവാം. അവിടെ പോയിരുന്നോളൂ. മാറിപ്പോയതായിരുന്നു. കേട്ട തെറ്റിയല്ലേ? സാർ ഇതാരാ അങ്ങയുടെ കൂടെയുള്ള കോൺസ്റ്റബിൾ ആണോ? അതെ 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 അതെ. നമസ്കാരം. അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി വന്നതാണ്. ഞാൻ എപ്പോഴും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോഴും ആ ഹാള് നിറയെ ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ പകുതിയും ബോധമില്ലാത്തവരായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ബോധമുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പുറകെ വരുന്നുണ്ട്. അപ്പോ ഇവിടെ വെച്ചാകുമ്പോ ഈ നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇതൊരു റീച്ചുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അതുകൊണ്ട് എല്ലാവരും കാണുമല്ലോ എന്നുള്ള ഒരു സദു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ തെരഞ്ഞെടുത്തത്. അല്ലെ, ഇതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റഷ്യൻ സാധനമാണ്. അതായത് ഒരു 16 വർഷം പഴക്കമുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ വീര്യം കൂടും. അങ്ങനെയുള്ളൊരു സാധനമാണിത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മദ്യപാനത്തെ കുറിച്ച് പറയാനുള്ളത്, പകലരുത്, പതിവരുത്, പലരരുത്. മനസ്സിലായോ? അതായത് മദ്യപാനം പകല് പാടില്ല. അല്പസ്വല്പം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അതാണ് പകലരുത് എന്ന് പറഞ്ഞത്. ഇത് പതിവരുത്, ഇത് പതിവാക്കരുത്. ഈ വൈകിട്ട് അടിക്കുന്നതും പതിവാക്കരുതെന്നാണ് പറയുന്നത്. മനസ്സിലായി? പലരരുത്. എന്താണ് പലരരുത്? കൂട്ടം കൂടിയുള്ള അല്ലെങ്കിൽ കൂട്ടുകാർ ചേർന്നുള്ള മദ്യപാനം പാടില്ല. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കണം. ഒറ്റയ്ക്ക് അതാണ് സേഫ്. അപ്പൊ എന്താണ് പകലരുത്, പലരരുത്? ഒന്ന് പറയൂ. 3 പ്രാവശ്യം. പകലരുത്, പകലരുത്. നമ്മൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇത് കുഴയാതെ പറയുന്നത് അഥവാ നിങ്ങൾ ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഊതണ്ട യന്ത്രത്തിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ഇപ്പൊ ഓക്കെ, നിങ്ങൾ പക്കയാണ്. പക്ക തെറ്റി. ഇല്ല, സാർ ഇത് സെപ്പറേറ്റ് ആയിട്ട് പറയണം സാർ. എല്ലാരും സെപ്പറേറ്റ് ആയിട്ട് പറയണം. വിധു മാത്രം ഒന്ന് പറയൂ. പകലരുത്, പതിവരുത്, പലരരുത്. ഓക്കെ ആണല്ലോ. എലിനടുത്തൊന്ന് ചോദിക്കും. ഇല്ല സാർ, ഞാൻ ക്ലീൻ ആണ് സാർ. അല്ല, പറയണോ? പറഞ്ഞോളൂ. എനിക്ക് മലയാളം അറിയില്ലാത്ത കുട്ടിയാണ് ഞാൻ. പകലരുത്, പതിവരുത്, പലരരുത്. ഇന്നലെ ചെറുതായിട്ട്, പക്ഷേ പതറരുത്. ചെറിയൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ചെറിയൊരു ക്ഷീണം കിടപ്പുണ്ട്. അത് ഒരു 2 സെക്കൻഡ് ഡിലേ വന്നില്ലേ? വന്നു. അതിലാണ് എനിക്ക് സംശയം. അതപ്പോ 1 ഗ്ലാസ് മോരിൽ തീരാവുന്ന കേസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. ഈ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടു? അല്ല, അങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്ന പോലെ. ശുദ്ധ ഭോഷ്കാണത്. അങ്ങനെ ഇല്ല, ശുദ്ധ മണ്ടത്തരമാണ്. ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ബാറുകാരൻ അറിയാതെ വേണമെങ്കിൽ മദ്യപാനം നിർത്താം ഒരുവന്റെ. ഒരു ഷാപ്പുകാരൻ അറിയാതെ വേണമെങ്കിൽ ഒരുവന്റെ മദ്യപാനം നമുക്ക് നിർത്താം. അവന്റെ സുഹൃത്തുക്കൾ അറിയാതെ വേണമെങ്കിൽ അവന്റെ മദ്യപാനം നമുക്ക് നിർത്താം. പക്ഷേ അവൻ അറിയാതെ എങ്ങനെ അവന്റെ മദ്യപാനം നിർത്താൻ പറ്റും? അറിയണമെന്നാണോ സാർ പറയുന്നത്? അവൻ അറിയണം, അവനെ അറിയിക്കണം, അവനോട് പറയണം. എന്നാലും മറ്റേത് മണ്ടത്തരമാണ് കേട്ടോ. എനിക്കൊരു സംശയമുള്ളതേ. എന്താണത്? ഈ കല്യാണപ്രായം എന്ന് പറയുന്നത് 21 വയസ്സ് അല്ലേ? ആൺകുട്ടികൾ. അതെ. അതുപോലെ തന്നെ മദ്യപിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 23 വയസ്സാണ്. 23 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മദ്യം കൊടുക്കുള്ളൂ. അതെന്താണ്? അതെന്താ സർക്കാരിന്റെ ഒരു, അതായത് ബോധപൂർവമുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമാണത്. അതായത് 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ ഏതവനായാലും മദ്യപിക്കുമെന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അത് സ്വാഭാവികം എന്ന് വേണം പറയാം. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. സാർ, ഈ ആൽക്കഹോള് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ മുടി നരക്കില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. യുവാക്കളായിരിക്കും. അത് നല്ലൊരു ചോദ്യമാണ്. വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതെ സാർ. അതായത് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ മറ്റേ സാർ പറഞ്ഞില്ലേ, വിവാഹം കഴിക്കാനുള്ള പ്രായം എത്രയാണ്? 21 വയസ്സ്. 21 വയസ്സ് കഴിഞ്ഞാൽ 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 21
മദ്യം ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കാനുള്ള പ്രായം എത്രയാണ്? 23. ഈ 23 വയസ്സിൽ താഴെയുള്ളവൻ ഈ മദ്യം മേടിച്ചടിച്ചാൽ അവൻ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവന്റെ കാറ്റ് പോകും, അങ്ങനെ മുടി നരക്കേണ്ടി വരില്ല എന്നാണ് അതിനകത്ത് ഉദ്ദേശം. സാർ, നമ്മള് പലതരത്തിലുള്ള കുടിയന്മാരെയും ഞങ്ങളുടെ സർവീസിൽ കണ്ടിട്ടുണ്ട്. അതായത് കുടിച്ചു കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര കരച്ചില്ല. കുടിച്ചു കഴിഞ്ഞാൽ അമ്മയോട് സ്നേഹം. അതുവരെ അവന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മയെ കണ്ടിട്ട് അവനൊരു വേണ്ടതില്ല. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം. അമ്മ നാളെ ഊട്ടിക്ക് കൊണ്ടുപോകും, നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. ഇല്ല, ഒരുപാട് ഓഫറുകളൊക്കെ. അങ്ങനെ ചില കുടിയന്മാർ കുടിച്ചു കഴിഞ്ഞാൽ ഉടുതുണി എടുത്ത് തലേ കെട്ടും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. പക്ഷെ ചില കുടിയന്മാര് കുടിച്ചു കഴിഞ്ഞാൽ ചിരിക്കും. കണ്ടിട്ടുണ്ടോ? ഭയങ്കര ചിരിയായിരിക്കും. കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങൾ ഇവര് ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ വരുമ്പോഴാണ് ഇവർ ഈ മദ്യപിക്കുന്നത്. അവർ ചിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. അവന്മാർ വിഷയമാണ്. അവന്മാർ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്തടിക്കും. പിന്നെ അവര് ചിരി നിർത്തത്തില്ല. അവരിങ്ങനെ പയ്യെ പയ്യെ ചിരിച്ചിരിച്ച് അങ്ങ് തുടങ്ങും. പിന്നെ എന്ത് പറഞ്ഞാലും ചിരിക്കും. അങ്ങനെ ചെറിയ കാര്യം മതി. കല്ലുകളൊക്കെയാന്ന് തോന്നുന്നു. ആ പോട്ടെ, ആ വിഷയം വിടും. പിന്നെ അവര് പിന്നെ ഭയങ്കര ചിരിയായിരിക്കും. ഇപ്പൊ തന്നെ അത് അവരുടെ ടെൻഷൻ കൂടുമ്പോഴാണ് അവർ ഈ എടുത്ത് ഇത് അടിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള ഒരു സന്തോഷം. പിന്നെ അവര് മുടിഞ്ഞ ചിരിയായിരിക്കും. അത് ചിരി എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ചിരി അല്ലേ? അങ്ങനെ ചില സന്തോഷം പ്രകടിക്കുന്നവരുണ്ടല്ലേ? പിന്നെ അവർക്കും ഏതിലും അവർ ആഹ്ലാദം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, പരമമായ സ്ഥായിയായ ലക്ഷ്യം. പക്ഷേ വേറെ ചില കുടിയന്മാരുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറിന് അറിയാം, ഗാനമേളയ്ക്ക് ഫ്രണ്ടിൽ വന്നിട്ട് അവരുള്ള കലാവസങ്ങൾ ഉണരും. കലാകാരൻ മാറും. പിന്നെ അവരാണ് ആ നാട്ടിലെ മെയിൻ കലാകാരൻ. ക്ലാസിക്കൽ സോങ് പാടിയാലും പിന്നെ അവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു. സാർ ഒരു പാട്ട് പാടിയാൽ നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും ഒരു കലാകാരന്റെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ എനിക്ക് വേറെ സപ്പോർട്ട്. അപ്പൊ ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ കേട്ടു, വിധു പറയുന്നത് ഞാൻ കേട്ടു, ചില ടീമുകള് സ്പീക്കറെ നോക്കി ഡാൻസ് കളിക്കും. ഞാൻ കേട്ടത് അത് ഒരുപാട്. പിന്നെ ചില ടീമുകളുണ്ട് ഏറ്റവും ബാക്കിൽ, ആ ഓഡിയൻസ് എല്ലാം അങ്ങോട്ടായിരിക്കും, പക്ഷേ പുള്ളി ആരുമില്ല, ഒറ്റയ്ക്ക്. അങ്ങനെ ചില ടീമുകളുണ്ട്. അങ്ങനെ ചിലപ്പോ ഒരു ട്യൂബിന്റെ കീഴിലായിരിക്കും കളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില സാറിന് പാട്ട് പാടി കഴിഞ്ഞാൽ പറയാൻ പറ്റും. പറയാൻ പറ്റും. പാട്ടാണ് അത്യാവശ്യം. ശരി. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ നിന്റെ മണിമയിൽ ചാർത്തിടാം, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. കുക്കു 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 കുക്കു. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കുക്കു 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 കുക്കു. കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും കുക്കു 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 കുക്കു. ഇതല്ലേ സാധനം, ഇതല്ലേ സ്റ്റേജ് കാണുന്നത്. ഇത് തന്നെ ഇത് തന്നെ. സാറ് ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ ഞാൻ എന്താ വന്നേന്ന്? സാറ് എവിടെ ബോധവൽക്കരണ ക്ലാസ് എടുത്താലും അപ്പൊ സാധനം ഇങ്ങനെ പോകും. അങ്ങനെ സാധനം വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ പോയാലോ സാറേ? പോയേക്കാം, പോവാം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? പോയേക്കാം, പോവാം സാറേ. പിന്നെ അതാരെ എടുക്കൂടാ, എടുത്തോളൂ വേടാ. അതെടുക്കാം. ഈ സാറിന് മറ്റേ സാധനം ശരി സാർ. അരുത്